ഹായ് ഗൈസ്, സുഖം എല്ലാവർക്കും. ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഒന്നുമില്ല ഗൈസ്, കോളേജിൽ പോവാണ്. അപ്പോൾ കോളേജിൽ പോകേണ്ടിയിരിക്കുകയാണ്. എന്തായാലും കോളേജിൽ എത്തിയിട്ട് ഇങ്ങനെ ഇന്നത്തെ ഞാൻ ദിവസം ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. അതൊന്നും വൈകില്ലല്ലോ. അപ്പോൾ ഓക്കെ, അത് കാണിച്ചായി. അങ്ങനെ ഗൈസ് മാറ്റിക്ക് റെഡിയായി അക്കടാത്തെത്തിയപ്പോഴാണ് അറിയുന്നത് തോണി പിന്നോ അക്കരെ. എന്ത് ചെയ്യാൻ, തോണി വരുന്നവരെ കാത്തിക്കാൻ സമയമില്ല. അതുകൊണ്ട് നമ്മൾ ഈ വെള്ള തോണി കൊണ്ടുപോയിക്കാണ്ട് ആ നീല തോണി എടുത്ത് കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങിലാണ്. അങ്ങനെയെങ്കിലും നടക്കട്ടെ. എന്തായാലും ഉമ്മ കയറ് കഴിച്ച് സെറ്റപ്പ് ആവാൻ നടക്കണ്. ഞാനും മുടി വാരി സെറ്റപ്പ് ആവട്ടെ. എന്തായാലും ഈ തോണിയിലേക്ക് കയറി അവിടേക്ക് എത്തി ചുക്കാക്ക് പിടിച്ച് ഞാൻ അടുത്ത് പോയി അവിടെ എത്താം. ബാക്കി അവിടെ ഇങ്ങേ ഇമ്മ നീല തോണി കൊണ്ടുവരും. ഞാൻ ഈ വെള്ള തോണി അവിടെ തന്നെ കൊണ്ടുപോയി കെട്ടിക്കാണ്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും. അങ്ങനെ കാണും ഒരു കളി. എന്തായാലും ബാക്കിയൊക്കെ ഞാൻ ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ കഴിച്ച് നമ്മളിവിടെ സുരക്ഷിതമായി അക്കരെത്തിന് ഇങ്ങനെ നേരെ കണ്ട് പോവാം. മഴ ഉണ്ട്, അതിൻ്റെ ഇടയിൽ മഴ. പക്ഷെ അതൊന്നും നമുക്ക് വിഷയമല്ല. പഠിക്കുന്ന കുട്ടികളാണ് നമ്മൾ. പഠിച്ച് സ്മൂത്തായിട്ട് പോവാം. എന്ത് പ്രശ്നങ്ങളുണ്ട് ഒന്നും ചാടി മഴ എങ്ങോട്ട് പോകണം. എന്നാൽ ശരി, ഞാൻ പോയി. ലാലകു എന്താ ശങ്ക, നീ ഇപ്പോൾ അഭിപ്രായം ഉണ്ടോ? അപ്പം ഇമ്മനൊക്കെ ടാറ്റെന്ന് പറഞ്ഞ് മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ നമുക്ക് വിഷയമില്ല. നേരെ വീട്ടിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. ബസ് കയറാൻ വിടാം. അതുകൊണ്ട് ബുക്കൊക്കെ നനയും ഗൈസ്. നെയ്ത് കൊടുക്കാനുള്ളതാണ്. കഷ്ടപ്പെട്ട് രാത്രി നെയ്തിയതാണ്. ഓക്കെ, എത്തണങ്ങാടിക്ക് മുമ്പ് തന്നെ ഇവിടെ ഫുള്ളും മഴ പെട്ടിരിക്കണ പോലത്തെ സിറ്റുവേഷനായി. ഇന്ന് ചെയ്യല്ല, നഞ്ഞ മഴത്തോട്ട് ഓടാ. ഇപ്പം ഇങ്ങനെ കണ്ടു. ഇപ്പം ഞാൻ ഇങ്ങനെയാണുള്ളത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് നഞ്ഞ കോലാണ്. ഇങ്ങനത്തെ ഇല്ലെങ്കിൽ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടാം. അങ്ങനെ കഴിച്ച് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. അതുകൊണ്ട് ഞാൻ ബസ് വരുന്ന എടുക്കണം. അതിൻ്റെ ഇടയിൽ അതിൻ്റെ ബുക്ക് ഫുള്ള് നനഞ്ഞില്ലാതായിക്കണം. ഈ ബുക്കൊന്ന് കൊടുക്കണം. കഷ്ടപ്പെട്ട് രാത്രി എഴുതിയതാണ്. ബസ്സിലേക്ക് കയറിയിരുന്നിട്ടോ. ബസ്സിലിപ്പോൾ ആരുമില്ല. എന്നാലും നമ്മളെന്ത് ചെയ്യാറില്ല. ഈ മഴയൊക്കെ ഫുൾ മഴയാണ്. ഇനി ബാക്കിയൊക്കെ കോളേജിലെത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്ത് തരട്ടു. ഇവിടെ വീഡിയോ സീനാണ്. നേരെ കോളേജിൽ. അങ്ങനെ ഗൈസ് കോളേജിലേക്ക് എത്തി, സെറ്റപ്പാണ്. നേരെ കോളേജിൽ കയറണം. കണ്ടിപ്പോൾ ഒരാളെ മുമ്പ് കാണാനുണ്ട് കേട്ടോ. നമുക്ക് നേരെ ആളെ അടുത്ത് പോവാം ഗൈസ്. അങ്ങനെ നമ്മളാൾ പറഞ്ഞ ആളതാണ്. അതാ നിൽക്കുന്നു. ഇതാണ് റിയാത്ത. സീനാണ് കേട്ടോ, ആള് സീനാണ്. ആള് കുറവ് കൊണ്ട് മുഖത്ത് കയ്യൊക്കെ ഇട്ടു. പുതിയ 3 ബാങ്കിൻ്റെ ഷോ കാണിക്കുകയാണ്. നമുക്കുണ്ട് എൻ്റെ കൈമൊക്കെ ശ്രദ്ധിക്കും. എൻ്റെ കൈമേലൊരു വാച്ച് ഉണ്ടോ. അങ്ങനെ ചായ കുടിച്ച് ഓള് വടം ചായയും ഞാനും മിനിമം ഒരു ചായ. അങ്ങനെ ഓളെ തള്ളം കെട്ടി ചായ ഇങ്ങനെ കുടിക്കുന്ന സമയം കുടിച്ച് കഴിഞ്ഞതുപോലെ അറിഞ്ഞിട്ടില്ല കേട്ടോ ചായ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരെ നമ്മൾ വിട്ടു. നേരെ കോളേജിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഓളെ കൈയുണ്ടോ. ഇതുപോലെ കൈ പറ്റിയത് എങ്ങനെ ചോദിച്ചാൽ ഓള് കലാപരിപാടിയാണ്. നമ്മൾ കോളേജിൻ്റെ എൻട്രി ഇട്ടത്. നമ്മൾ കോളേജിലേക്ക് നേരെ ആയിട്ട് കയറാം. കയറി ഇങ്ങോട്ട് ഇവിടെ നമ്മൾ ക്ലാസ് കുറച്ച് നടക്കേണ്ട കേസ്. ഇത് കണ്ടു, ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ക്ലാസ്. നേരെ സ്റ്റെപ്പ് കയറിയിട്ട് പോകണമെങ്കിൽ ആഞ്ചിരാം. നമ്മൾ കുറേ സ്റ്റെപ്പ് കയറി അതാ തലിക്കലാണ് നമ്മൾ ക്ലാസ്. നേരെ ക്ലാസ്സിലേക്ക് ഇനി കണ്ടു. ക്ലാസ്സിലിപ്പം ആരുമില്ല, കുറച്ച് കുട്ടികൾക്ക് വരാനുണ്ട്. സ്റ്റാർട്ടിങ് മീൻസ് സമയമാവണുള്ളൂ. ഞാൻ കുറച്ച് വേറൊരാളെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക്. അതാ കണ്ടോ ഫോൾ കളിച്ചിരിക്കുന്നത്. ഇതാണ് വിചാരിക്കുന്ന പോലില്ല. ആദ്യം സീനാണ്. അതിലൊന്ന് ചോദിക്കുക പ്രശ്നം കുറച്ച് കഴിഞ്ഞ വേറെ ഇത് കണ്ടോ ഗൈസ്. ക്ലാസ്സൊക്കെ ഫുള്ളും കുട്ടികൾ നിറഞ്ഞെടുക്കാണ്. ഇതിൻ്റെ ബുക്കും സുരക്ഷിതമായിട്ട് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരുത്തേന് പൈസ കിട്ടിച്ച് കളിക്കുന്നത്. കാണിച്ചരാ. ഒരു 500 രൂപ. ശരിക്കും പിടിക്കാം നമ്മളല്ലേ, അത്രേ ഉള്ളൂ. കുട്ടികളെ പോലെ സാറൊന്നും. അപ്പോൾ എന്തായാലും ഇന്റർവെല്ലിന് അങ്ങനെ എന്തെങ്കിലും കാണാം. കാരണം ഇപ്പോൾ പോലത്തെ സീനാണ്. ഫൈൻ കുടിഞ്ഞ. അപ്പോൾ ഓക്കെ ബൈ. ഇത്ര വലിയ സെലിബ്രിറ്റി 2 പെന്നില്ല ഗൈസ്. പെന്നുണ്ടോ? അതാണ് ഗൈസ് നമ്മളെ സാറ്. ഫോൺ കണ്ട സീനട്ടോ. പിടിച്ചാൽ പിന്നെ 150 ഉറുപ്പിക കൊടുത്താൽ ഫോൺ കിട്ടുള്ളൂ ഗൈസ്. ഞാൻ പോട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ലാബിലെത്തി ഗൈസ്.
ഇനി ഇവിടുത്തെ ഇനിയും പരിപാടി എന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്ന് എക്സാമാണ്. എക്സാമിനെ കുറിച്ച് പഠിച്ചു ചോദിച്ചാൽ ഒന്നുമില്ല, നമ്മളെ പഠനം പറഞ്ഞതാ. ചെക്കൻ കോപ്പി അടിക്കുന്നു, കട്ടിങ്സ് ചെയ്താട്ടു. എന്തായാലും കട്ടിങ്സ് ചെയ്തിട്ട് അത് കാണാൻ നമ്മളെ പ്ലാൻ. കട്ടിങ്സ് ചെയ്ത് ഇങ്ങനെയെങ്കിൽ സെറ്റാക്കാൻ നേരെ അങ്ങോട്ട് ജയിക്കുക. ആരും അറിയില്ലല്ലോ, അതിൽ പിടിച്ചാലും സീനൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്ലാൻ. ഇനി എന്താണെന്നെല്ലാം ഗൈസ് എക്സാം കഴിഞ്ഞിട്ട് ഇനി കാണാം. അപ്പം ഗൈസ് അങ്ങനെ നമ്മൾ എക്സാം കഴിഞ്ഞ് ക്ലാസ് റൂമിലെത്തി. ഫുഡിൻ്റെ സമയമായി. എക്സാമിനെ കുറിച്ച് പറയണ്ടല്ലോ, ഫുഡ് കുറിച്ച്. എക്സാമിന് വേറെ വലിയ സ്റ്റോറിയാണ് ഗൈസ്, ഞാൻ പറഞ്ഞതല്ലോ. പിന്നെ എന്തായാലും നമ്മളൊന്ന് ഫുഡൊക്കെ ഇടാം. വിശക്കുന്ന ഗൈസ്. ഇന്ന് ആദ്യം എപ്പോഴും കടലക്കറിയായിട്ട് കൊണ്ടുവരില്ലേ, ഇന്ന് ചെറുപയറേടാ. ഇന്നെന്താ എന്ത് പറ്റി? ഞാൻ കോളേജ് തുറന്നു ഫുഡ് കൊണ്ടുവന്ന മുതൽ എല്ലാം കടല, പുട്ടുകടല. ഇന്ന് ചെറുപയറാണ്. എന്താ സംഭവിച്ചു? അയ്യോ കഴിക്കട്ടെ, എന്നാലും കഴിച്ചു കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് സെറ്റപ്പാണ്. ഇനി നേരെ പോകേണ്ട സ്ഥലം പറഞ്ഞാൽ വേറെ ഒന്നല്ല ഗൈസ്, നേരെ പള്ളിയിലേക്കാണ്. പള്ളി വിട്ട് ഒരു കളിയില്ല, ഇനി നേരെ പള്ളി. ഇപ്പം എന്തായാലും പള്ളി വെച്ച് കാണാം. സോഡ കുടിക്കല, നിസ്കാരമാണ്, നിസ്കരിക്കണം. കാരണം നമ്മൾ നല്ല കുട്ടികളാണ് അല്ലേ. പള്ളി വെച്ച് കാണാം ഗൈസ്. എൻ്റെ ഫാനാണ്, എൻ്റെ ഫാനാണ്. അതൊക്കെ എന്താ കുറിച്ച് പറയാനുള്ളത്? അതിൻ്റെ വീഡിയോസിനെ കുറിച്ച് കുറച്ച് പുകഴ്ത്തി. ക്ലാസ്സിലെ ടോപ്പാണ്. പിന്നെ ചൈന എന്തായാലും ഹീറോ. ഹീറോ ലീഡർ അക്കൊന്നില്ല കേട്ടോ, ഞാൻ എടുക്കാണ് മക്കളത്. അങ്ങനെ നമ്മളെന്തൊക്കെ കഴിഞ്ഞ പരിപാടികൾ കഴിഞ്ഞ് നേരെ ഇനി പള്ളിയിലേക്കാണ്. ഞങ്ങൾക്ക് പള്ളി കാണിച്ചു തരാം. ലൊക്കേഷൻ പള്ളി ഇങ്ങനെ ഉണ്ട്, സീനല്ലേ. ഇനി നേരെ പള്ളി പോവാം. പള്ളിയിലേക്ക് എത്തി നേരെ ഷൂ കഴിക്കാം. ഷൂ കഴിച്ചിട്ട് നേരെ ഉള്ളിട്ട് കയറാം. ഇനി വാ പോവാം. ഒന്നൊക്കെ എടുത്ത് സെറ്റപ്പായി ഇനി നേരെ ഉള്ളിൽ പോയി നിസ്കരിക്കാം. അപ്പോൾ എന്തായാലും പള്ളിയിലേക്ക് എത്തി നിസ്കരിക്കട്ടെ ഗൈസ്. ഓക്കേ, അങ്ങനെ ഗൈസ് നിസ്കരിച്ച് കഴിഞ്ഞ് സെറ്റപ്പാണ്. ഇനി നേരെ പോവാം. നേരെ ഇനി കോളേജിൽ പോകണം. സമയം കുറവാണ്, കാരണം ലാബൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ പോവാം. വായോ എനിക്കാം. ഇനി പോവാൻ ഷൂ കിട്ടും. അങ്ങനെ ഗൈസ് പോണ ഇടയിലാണ് ആദിലിൻ്റെ വക ലേസ്. മോനെ ആദിൽ റേറാണ്. അങ്ങനെ ഗൈസ് സാധനങ്ങൾ കിട്ടി. ഇനി നേരെ കോളേജിൽ പോവാം. ബാഗ് കൂടിയാണ് ഇന്ന് കയറുന്നത്. ബാഗ് എത്തിയപ്പോൾ അറിയണത് ഇവിടെ ഫുള്ള് സ്പോർട്സ് ആട്ടോ. ചെറിയ കുട്ടികളുടെ സ്പോർട്സ് പരിപാടിയാണ്. നമ്മളിതൊന്നും സ്പോർട്സ് വരാണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ആ കാറുണ്ടോ നിങ്ങൾ? ആ കാറിൻ്റെ അവിടെ എത്തണം. ഇവർക്ക് എന്ത് സൂയിപ്പ്, ഇവർക്ക് നടത്തിക്കണം. ഇങ്ങനെ ഈ വെയിലത്ത് നട്ട വെയിലത്ത് ഞാനടിച്ചു കറക്റ്റോ. നമ്മളിത് എന്തിന് സൺസ്ക്രീൻ ഞാൻ ഫ്യൂച്ചറിൽ മില്യനെയർ ആയാലും അത് കാണിച്ചു കൊടുക്കും. അതിന്റെ മുകളിൽ ഞാൻ ചാടും. ഇതിന്റെ ടോപ്പിൽ നിന്നല്ലേ? അതിന്റെ മുകളിലല്ല, അവിടുന്ന്. എവിടുന്ന്? ഒരു സ്കൈ ഡൈവിംഗ്. അത് ഞാൻ ചെയ്യും. ഈ കുപ്പിയില് ആ സാധനം ഇങ്ങനെ എടുക്കും. എന്ത് മാഗോ? എന്നിട്ട് അടി കൊണ്ടുപോയി വെക്കുമല്ലേ? എടുത്തിട്ട് ഞാൻ അങ്ങനല്ലടാ, ഞാൻ ഷോക്കേസിൽ വെക്കും. ഷോക്കേസിൽ അവിടെ ഞാൻ എഴുതി വെക്കും പ്രൈസ്ലെസ്. അങ്ങനെ ഗൈസ് കോളേജിന്റെ ഇവിടെ എത്തി. ഇനി നേരെ ക്ലാസ്സിലേക്ക്. ഓക്കെ ഗൈസ്, ഞങ്ങൾക്ക് വേറെ ഒരാളും കൂടി പരിചയപ്പെട്ടു. നാളമാണ് അതൊന്നും മെയിൻ ചെയ്തിട്ടില്ല. എന്താ പേര്? അനു. എവിടെ സ്ഥലം? കക്കോടി. നമ്മൾ ഫാൻസുകൾക്ക് നിങ്ങൾ ഇൻസ്റ്റയിൽ അതൊന്നും തരില്ല എന്നൊക്കെ പറയണേ. വലിയ പുള്ളിയാണ്. കാര്യം പറഞ്ഞാൽ ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്തു, വാട്സപ്പ് ഇതിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒപ്പിച്ചുതരാം. അങ്ങനെ ഗൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി നേരെ എന്ത് ചെയ്യണമെന്ന് പറയും. ഇനി ലാബ് പോകണം. പെൻഡിങ് ലാബൊക്കെ ചെയ്യാണ്ട് കുറച്ച് പണിയുണ്ട് എന്തായാലും. ഇനി റിസ്ക്കാണ്. ഇനി നേരെ ലാബൊക്കെ പോകണം. അതിൻ്റെ മുമ്പ് വേറെ ലൊട്ടാണ്. ചെക്കൻ സീനായിട്ട് ചെക്കൻ വിചാരിക്കണ അതിലല്ല. ആ പൈസ കെട്ടിടുക. ഇപ്പൊ കാണിക്കാം.
ഇപ്പോഴും പ്രായം വെൽത്ത് വെച്ചിട്ടുള്ളൂ. താടി വീശിട്ട് എന്തൊരു കാര്യമില്ല, ബുദ്ധിയില്ലാന്നുള്ളു. താടി വീശല്ല വിദ്യയില്ല. പണ്ടേ എങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ. അപ്പൊ എന്തായാലും ലാബ് പോവാ ഗൈസ്. ലാബ് പോയിട്ട് പിന്നെ കാണാം. ഓക്കെ ഗൈസ്, നിന്റെ ക്ലാസ്സിന്റെ ക്ലാസ് ഇതൊക്കെയാണ്. നീ പറയണ്ടെങ്കിൽ എന്നാ പിന്നെ ബാക്കിയൊന്നും നമ്മൾ പറയരുത്. ഒക്കെ നീ പറയണ്ടോ? നാണോ കുട്ടിക്ക് നാണോ ചെക്ക കണ്ടോ? അതൊക്കെ നീ തന്നെ പറയണ്ടോ? വളരെ നല്ലൊരു കോഴ്സ് കോഴ്സിനെ കുറിച്ചല്ലേ പറയാ. പറയ്, വേറെ നീ പറയണ്ടോ? വേറെ ഒന്നുമില്ല. എന്നാലും എന്തെങ്കിലും പറ. എന്താ പറയാ, എന്തെങ്കിലും എന്ത് വിട്ട് ഇത് എടുത്തതേ വിട്ടു. ഓ സാറ് കണ്ട നല്ല സാറ് ഞാൻ നിന്നിട്ടു ഇവന്റെ അഭിപ്രായം. ഇത് ഡീലായ കാര്യങ്ങളാ. അനക്കെന്താ അഭിപ്രായം? കോളേജിനെ വെച്ച അഭിപ്രായം? കോളേജ് വളരെ നല്ല കോളേജാണ്. എന്ത് കോളേജ് വളരെ നല്ല കോളേജാണ്. എടുക്കണം എടുത്തു കഴിഞ്ഞാലോ ബാക്കി എടുത്ത് ഞാൻ ടഫാണ്. ഇവിടെ കോളേജ് എല്ലാം ബെറ്ററാന്നാണ് ഞാൻ. കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല ഗൈസ്, കുറച്ച് സീനാണ് വർത്താനം. ഗൈസ് അങ്ങനെ ലാബൊക്കെ കഴിഞ്ഞ് നമ്മളെ ക്ലാസ്സിലെത്തിട്ടു. ഇനി നേരമൊന്നുമില്ല, ഇനി ബസ്സും കയറാ വീട്ടിലേക്കുള്ള ട്രിപ്പാണ്. ഇന്നത്തെ പരിപാടിക്ക് കഴിഞ്ഞ് നേരെ വീട്ടിൽ. ഓക്കെ, അല്ലെങ്കിൽ വീട്ടിൽ ബസ്സും കയറി അങ്ങനെ കയറി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി. ഓക്കെ, നമ്മൾ ബസ് സ്റ്റോപ്പ് ഇവിടുന്ന് കയറണമെങ്കിൽ പറഞ്ഞാൽ യുദ്ധം കഴിഞ്ഞിട്ട് കയറണു. അത്രക്ക് തിരക്കാണിത്. അതിൻ്റെ ഇടയിലാണ് ഒരുത്തി എനിക്ക് കൊണ്ടുവന്നൊരു മുട്ടായി തിന്നത്. കുറവുണ്ടവളത്. അതും കഴിഞ്ഞ പോരാഞ്ഞ എൻ്റെ മുടിൻ്റെ ഫാൻ. എന്ത് ചെയ്യാനാ ഐസ്. എന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ബസ് സ്റ്റോപ്പിൽ നേരെ ബസ്സിലും കയറി. ബസ്സിൽ കുറച്ച് നേരം നിന്നെങ്കിലും സൈഡ് കഴിഞ്ഞപ്പോൾ നല്ലൊരു സീറ്റും കിട്ടിയിട്ടു. എന്നാൽ ഇന്നത്തേക്ക് ഇത്ര തന്നെ. ബാക്കി പിന്നെ അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.